ഹലോ ഗേസ്, ഇന്നത്തെ എൻ്റെ യാത്ര എത്തി നിൽക്കുന്നത് വർക്കല ബീച്ചിലാണ്. ഞാനൊരു 3:30 കൂടി വർക്കല ക്ലിഫിൽ എത്തി. ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലമാണ് കേട്ടോ വർക്കല ക്ലിഫ്. ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് താഴോട്ട് പോകാമെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്. നോക്കൂ, എന്ത് നയന മനോഹരമായ കാഴ്ചയാണെന്നറിയാം. ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയാണ് കേട്ടോ. ഫ്ലോട്ടിംഗ് ജെട്ടി, പുതുതായിട്ട് തുടങ്ങിയ ഫ്ലോട്ടിംഗ് ജെട്ടി. നമുക്ക് വേണമെങ്കിൽ വർക്കല ക്ലിഫിലുള്ള ഗവൺമെൻറ് പ്രകൃതി ചികിത്സാ ആശുപത്രിയുടെ സൈഡിൽ കൂടെയുള്ള വഴിയെ വേണമെങ്കിൽ നമുക്ക് ഫ്ലോട്ടിംഗ് ജെട്ടിയുടെ അവിടെ പോകാം. പക്ഷേ ഞാൻ ഇതുവഴി പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ കണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇടത് സൈഡിൽ കണ്ടില്ലേ ഒരു ചെറിയൊരു സ്പേസ്. നാളെ ഇനിയിപ്പോൾ ഇവിടെ കടവരോ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിന്ന് നമുക്ക് ആ കടലിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് പതുക്കെ റിലാക്സ് ചെയ്ത് ഒന്ന് കറങ്ങി പോകാം. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ. നല്ല സീ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ. പിന്നെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ഞാൻ കയറി വിലയൊന്നും ചോദിക്കാൻ നിന്നില്ല, കാരണം നമ്മളെ കൊണ്ട് താങ്ങത്തില്ല. പിന്നെ കാണാൻ പറ്റുന്നത് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഇങ്ങനെ കണ്ട് രസിച്ച് അങ്ങ് നടക്കാം. ഒരു വാക്കിങ്ങും ആവുമല്ലോ. കൂടുതൽ നടന്ന് ഞാൻ സമയം കളയുന്നില്ല. ഇടത് സൈഡിൽ കാണുന്ന വഴിയിൽ കൂടെ നമുക്കങ്ങ് ബീച്ചിലേക്ക് ഇറങ്ങാം. താഴെ എത്തി നോക്കിയപ്പോഴാണ് ചെറിയൊരു നീർച്ചാൽ. ഇനി ഇതിനെ എങ്ങനെ ക്രോസ് ചെയ്യാം എന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് ഇപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് ചാക്കുകൾ ഇങ്ങനെ ഇട്ടേക്കുന്നത് കണ്ടത്. അപ്പോൾ അതിൽ ചവിട്ടി ഞാൻ അങ്ങോട്ട് നടക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ നമ്മുടെ ഉല്ലാസ്പുരയെ പറ്റി ആലോചിച്ചത്. പെട്ടെന്ന് ഞാൻ ചാടിയിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ആ ബാക്കിൽ നിന്ന് തവള ചാടും പോലെ ചാടി വരുന്നുണ്ട് ആശ. ഞങ്ങളങ്ങനെ സ്വർണത്തിൻ്റെ നിറമുള്ള മൺതരിയിൽ കൂടി മന്ദം മന്ദം ഫ്ലോട്ടിംഗ് ജെട്ടി ലക്ഷ്യമാക്കി നടന്നു. ഈ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ നമ്മുടെ ഉല്ലാസ് ബ്രോയ്ക്ക് ചെറിയൊരു ഉള്ളുവരിവുണ്ടായി. കാരണം പുള്ളി ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തതുകൊണ്ടായിരിക്കണം. കാരണം പുള്ളി ക്ഷീണിച്ചു പോയി. ഇവിടം വരെ ഉള്ളൂ, ഞാൻ ഇവിടെ ഇരുന്നോളാം, നീ ബാക്കിയുള്ളത് പോയി കവർ ചെയ്യുക എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എന്തായാലും അവിടെ ഇരുത്തിയില്ല. ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ഒപ്പം കൂട്ടി. കടല് ശാന്തമാണെന്ന് തോന്നുന്നെങ്കിലും നല്ല കാറ്റും തിരമാലയൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് സെക്യൂരിറ്റി ഗാർഡ്സ് ഫിസിലടിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും കടലിൽ ഇറങ്ങി. കാരണം ഈ ഒരു ചൂട് സമയത്ത് ദേഹം ഒന്ന് തണുപ്പിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ. അവിടെ നിന്ന് ആ ഷോപ്പുകൾക്കിടയിൽ കൂടെ നടന്നാണ് ഞങ്ങൾ ആ കാണുന്ന ഭാഗത്ത് പോയിട്ട് അവിടെ നിന്ന് നടന്നാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ അഡ്വഞ്ചർ സ്പോർട്സിൻ്റെ പ്രൈസ് ലിസ്റ്റ് വെച്ചിരിക്കുന്ന സ്ഥലത്തെത്തി. ഇവിടെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീഡ് ബോട്ടിൽ കയറുന്നവർക്ക് ഈ 120 രൂപ കൊടുക്കണ്ട. ഈ ഫ്ലോട്ടിംഗ് ജെട്ടി കയറാൻ 120 രൂപ കൊടുക്കണ്ട. ഞാനെന്തായാലും 120 രൂപ ടിക്കറ്റ് എടുത്ത് ഫ്ലോട്ടിംഗ് ജെട്ടിൽ കയറി കേട്ടോ. ഉല്ലാസ് ബ്രോ വരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ അവിടെ ഇരുത്താത്തതുകൊണ്ടുള്ള നീരസമാണ് പുള്ളിയുടെ മനസ്സിൽ. പോട്ടെ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. തിരമാലയ്ക്കനുസരിച്ച് ഫ്ലോട്ടിംഗ് ജെട്ടി പതുക്കെ അനങ്ങി തുടങ്ങി കേട്ടോ. എല്ലാവരും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല കാറ്റും അതുപോലെ തിരമാല നല്ല ശക്തിയായിട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇളക്കം, കാരണം ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളത് കൊണ്ട് കറക്റ്റായിട്ട് ആ ഷേക്ക് അറിയാൻ പറ്റില്ല. കണ്ടോ കണ്ടോ പോയോ അയ്യോ. അങ്ങനെ എല്ലാവരും ഈ തിരമാല വരുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കും. അയ്യോ അയ്യോ.
അങ്ങനെ ഞാൻ മന്ദം മന്ദം മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ പൊങ്ങി 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 നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ അയ്യോ, ഇവിടെ കുറച്ച് വലിയ ഒരു തിരമാലയാണ് ഇപ്പം വന്നത്. അയ്യോ, എന്നെ ഇപ്പം മറച്ചിട്ടന കേട്ടോ. എൻ്റെ കയ്യിൽ ക്യാമറയും കൂടെ ഇരിക്കണോണ്ടേ അത് ഒരു വലിയൊരു എന്താ സത്യത്തിൽ പഠിച്ചു. ഇതൊന്നല്ല. അയ്യോ, ഇവിടെ വരുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നറിയാമോ? ഈ കാണുന്ന തൂണുണ്ടല്ലോ, ഇതൊരു പ്ലാസ്റ്റിക് തൂണാണെന്ന് തോന്നുന്നു. എന്നിരുന്നാലും അതിൻ്റെ അകത്തൂടെയാണ് ഈ കയറ് പോയിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് പിടിക്കുകയാണെങ്കിൽ ആ ക്ലാമ്പിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൈ ആവുകയും ചെയ്യും, നല്ല വേദന എടുക്കുകയും ചെയ്യും. എനിക്ക് 2-3 പ്രാവശ്യം പറ്റി കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ, അതായത് ഈ ഇത്രയും വലിയൊരു സ്പേസിൽ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം വരില്ല. പക്ഷെ അങ്ങനെയല്ല, വെള്ളം നല്ല ഫോഴ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാലും നമുക്ക് കൈവിട്ട് നിൽക്കാൻ ചിലർക്ക് പറ്റുമായിരിക്കാം, എന്നാലും പാട് തന്നെയാണ്. പക്ഷെ എന്താണെന്നാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു രക്ഷയില്ല. തിരമാല വരുമ്പോഴത്തേക്ക് അതിനൊപ്പം ഓടി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു പ്രശ്നമില്ലാതെ അങ്ങെത്താം. അതുകൊണ്ട് അതിൻ്റെ ബാക്കിൽ ഞാൻ ഓടുകയാണ് കേട്ടോ. എത്രത്തോളം ദൂരം ഓടാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും പേടിച്ചാണ് പോകുന്നത്. കാരണം വെള്ളം അടിച്ച് തെറിപ്പിച്ച ദേഹം മുഴുക്ക നനയും. കേറേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു കേട്ടോ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. എന്താ പ്രശ്നം? വീട്ടിൽ പ്രശ്നം പിള്ളേർക്ക് കൊണ്ടുപോയില്ല, പിള്ളേർക്ക് പ്രശ്നം ഉണ്ടാക്കൂല്ലേ, നമ്മളിപ്പോൾ യാദൃശ്യമായിട്ടല്ലേ വന്നത്. ഫ്ലോട്ടിംഗ് ജെട്ടിയിൽ കയറിയപ്പോഴത്തേക്ക് മനസ്സിലെ കുട്ടിത്തം കൊണ്ടുണർന്നു. ഇനി ഒരു റൈഡിലും കൂടെ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ AVTയിൽ AVT അല്ലല്ലോ, ATVയിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞത് AVT എന്നാണ് കേട്ടോ. പിന്നെ പുള്ളിക്ക് ചൂണ്ടി കാണിച്ചു കൊടുത്തു. അപ്പം പുള്ളി പറഞ്ഞു, നിങ്ങൾക്ക് മാത്രമല്ല ഇവിടെ പറഞ്ഞ പലരും AVT ആണെന്നാണ് പറയുന്നത്, എൻ്റെ യഥാർത്ഥ പേര് ATV എന്നാണ്. അങ്ങനെ 250 രൂപ കൊടുത്ത് ഞാൻ അതിൻ്റെയും ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ആ ട്രെയിനർ നമുക്ക് കറക്റ്റായിട്ടുള്ള ട്രെയിനിങ് തരും കേട്ടോ. ഇവിടെയൊക്കെയാണ് സ്വിച്ചുകളും കാര്യങ്ങളെന്നുള്ളത്. മെയിനായിട്ട് അതിൽ നോക്കേണ്ടത് പറഞ്ഞാൽ ബ്രേക്കും അതുപോലെ തന്നെ ആക്സിലേറ്ററുമാണ്. പിന്നെ ഗിയറുണ്ട്. ഗിയർ നമ്മൾ ഇടേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഗിയർ ഇടാൻ പെട്ടെന്നൊന്നും പഠിക്കാൻ പറ്റത്തില്ല. എന്നാലും പുള്ളി എല്ലാം പറഞ്ഞ് പുള്ളി എൻ്റെ കൂടെ ഒപ്പം കയറി. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ദണ്ട് പുള്ളിക്ക് കൊടുത്തു. ഇപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കുട പിടിച്ചോ, അയാൾ എന്തോ കുട പിടിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അതായത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ദാണ്ടില്ലേ എൻ്റെ ദണ്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൂരെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി എനിക്ക് കുട പിടിച്ച് തരും പോലെയാണ് തോന്നുന്നത് കേട്ടോ. ഭൂമി ഉരുണ്ടതായതുകൊണ്ട് തന്നെ ഞങ്ങൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചെത്തി.
നേരം പോകുന്തോറും ബീച്ചിലെ സഞ്ചാരികളുടെ കുത്തൊഴുക്ക് കൂടിക്കൊണ്ടിരിക്കുകയും സൂര്യൻ അതിൻ്റെ ജോലി അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന വേളയിൽ ഞങ്ങളും ഞങ്ങളുടെ ഈ ഒരു സഞ്ചാരം അവസാനിപ്പിച്ച് നേരെ കാറിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.